നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനും തടയുന്നതിനും സ്വീകരിക്കുന്ന നടപടികളാണ് ഹർജിയിലെ പരിഗണനാ വിഷയം. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ വിശദീകരണം നൽകും. വയനാട് ദുരന്തം സംബന്ധിച്ച് സർവേ ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് നൽകിയേക്കും. ദുരന്തത്തെയും പരിസ്ഥിതി വിഷയങ്ങളെയും സംബന്ധിച്ച് അമിക്കസ് ക്യൂറിയും നിലപാട് അറിയിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നത്. മാസപ്പടി കേസ് നിർണായക നീക്കവുമായി SFIO. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥർക്ക് SFIO സമൻസ് അയച്ചു. CMRLലെ 8 ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് അയച്ചത്. കേസുമായി ബന്ധപ്പെട്ട ഈ മാസം 28, 29 തീയതികളിൽ ചെന്നൈയിലെത്താനാണ് നിർദ്ദേശം. കേസിലെ വിവരങ്ങൾ തേടുന്നതിനായാണ് സമൻസ്. അതേസമയം അറസ്റ്റ് നടപടികൾ തടയണമെന്ന് കാണിച്ച് CMRL ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകി. സിദ്ധാർത്ഥന്റെ മരണം കടുത്ത നടപടിയുമായി ഗവർണർ. പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ. പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 30 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഇതിനു പുറമെ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനിലുള്ള മുൻ ഡീനിനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കൂടുതൽ നടപടിക്കും നീക്കമുണ്ട്. ഡീൻ MK നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥിനും വീഴ്ച പറ്റിയെന്നാണ് ചാൻസലറായ ഗവർണർ വ്യക്തമാക്കുന്നത്. ആസാമീസ് പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോലീസ് സംഘം ഇന്ന് വിശാഖപട്ടണത്തെത്തും. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തു നിന്നും കാണാതായി 37 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ ആസാമീസ് പെൺകുട്ടിയെ ഇന്ന് കേരള പോലീസിന് കൈമാറും. കുട്ടി ഇപ്പോൾ വിശാഖപട്ടണത്ത് RPFന്റെ സംരക്ഷണയിലാണ്. കുട്ടിയെ തിരികെ കൊണ്ടുവരാനായി പുറപ്പെട്ട കഴക്കൂട്ടം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത് എത്തിച്ചേരും. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയെ കേരള പോലീസിന് കൈമാറി ഉടൻ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് തീരുമാനം. 285 കോടി രൂപ ചിലവിൽ പിണറായിയിൽ എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മാണോദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ 12.93 ഏക്കർ സ്ഥലത്ത് 285 കോടി രൂപ ചിലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും.